അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ പുലർച്ചെ വരുന്നത്. അരൂർ തുറവൂർ ഉയരപ്പാത ദേശീയപാതയുടെ ഉയരപ്പാത നിർമ്മാണ മേഖലയിലാണ് ഈ അപകടമുണ്ടായത്. അവിടെ സ്ഥാപിച്ച ഒരു ഗർഡർ, ഒന്നല്ല രണ്ട് ഗർഡറുകൾ നിലം പതിക്കുന്നു. അതിലൊരു ഗർഡർ പിക്കപ്പ് വാന് മുകളിലേക്കാണ് വീണത്. പിക്കപ്പ് വാന്റെ ഡ്രൈവറായ പത്തനംതിട്ട സ്വദേശി രാജേഷാണ് മരിച്ചത്. മുട്ട കയറ്റി വന്ന വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഗർഡർ സ്ഥാപിച്ച ശേഷം അതിന് താങ്ങ് നൽകിയ ഭാഗങ്ങൾ അത് തെന്നിപ്പോയി എന്നതാണ് ഇപ്പോൾ ഈ കരാർ കമ്പനി നൽകുന്ന വിശദീകരണം. ദേശീയപാതയുടെ ഭാഗത്തു നിന്നോ മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതായാലും നിലം പതിച്ച ഗർഡർ ഒന്ന് ഒടിഞ്ഞാണ് ഈ വാഹനത്തിന് മുകളിലുള്ളത്. അത് നീക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരവുമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഇത്രയേറെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള തരത്തിൽ നിർമ്മിക്കുന്നതാണ് ഈ പാലം, മേൽപ്പാലം അല്ലെങ്കിൽ ഉയരപ്പാത. അതിൻ്റെ ഗർഡറുകൾക്കും അത്രത്തോളം തന്നെ ഭാരമുണ്ട്. കോൺക്രീറ്റും കമ്പികളും ഒക്കെ ചേർന്ന് അത്രയേറെ ഭാരമേറിയ ഗർഡറുകളാണ്. വലിയ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉയർത്തി സ്ഥാപിക്കുന്ന ഗർഡറാണ്. അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ നിലംപതിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് രാജേഷ് ഓടിച്ച വാഹനത്തിന് മുകളിൽ ഉള്ളത്. ആ വാഹനം മാറ്റാനോ അല്ലെങ്കിൽ രാജേഷിനെ പുറത്തെടുക്കാനോ ഈ ഘട്ടം വരെ കഴിയിട്ടില്ല. ഏതാണ്ട് 2.5-3 മണിക്കൂർ പിന്നിടുന്നു. അതിനുശേഷവും ആ ഗർഡർ നീക്കാൻ അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുമ്പും ഇതേ മേഖലയിൽ, ഉയരപ്പാതയുടെ നിർമ്മാണ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗർഡർ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വെച്ച ഗർഡർ പിന്നീട് താഴെ വീഴുന്നതും ഒക്കെ പല ഘട്ടങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ അത് ആളുകൾക്ക് അപകടമുണ്ടാവാത്ത നിലയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളപായമില്ലാതെ ഒഴിഞ്ഞുപോയി. നാശനഷ്ടം അല്ലെങ്കിൽ ഗർഡർ തകരുന്നു, അതിൻ്റെ ധനനഷ്ടം എന്നതിനപ്പുറത്തേക്ക് ഇന്നൊരാൾ ഇല്ലാതാവുന്നു, ആ നിലയിലേക്ക് അപകടം പോകുന്നു. പ്രത്യേകിച്ച് ഈ പാതയുടെ പല ഭാഗങ്ങളും ഏറെക്കാലമായി ഈ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ യാത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു, അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലൂടെ കടന്നു പോവുക വലിയ ഗതാഗതക്കുരുക്കൊക്കെയായിരുന്നു. അതിനുശേഷം ഈ അടുത്താണ് പല ഭാഗത്തെയും ഈ ഉയരപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി വന്നതോടെ താഴെയുള്ള റോഡ് ടാർ ചെയ്ത് നൽകിയത്. ആ ടാറിങ് കൂടി പൂർത്തിയായതോടുകൂടി കൂടുതൽ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നൊരു ഘട്ടമാണ്. ദേശീയപാതയിൽ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിലുള്ള യാത്ര കുറെ കൂടി സുഗമമായി ഈ പാതയ്ക്ക് അടിവശത്തു കൂടി പോകാം. മുകളിലുള്ള 6 വരി പാതയ്ക്ക് താഴെ കൂടി സുഗമമായി പോകാവുന്ന നിലയിലേക്ക് ടാറിങ് പൂർത്തിയായപ്പോൾ ഒരു സാഹചര്യം വന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ആ വഴിക്ക് ഇപ്പോൾ പോകുന്നുമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 2:30-നും 3:00-നും ഇടയിലാണ് ഈ അപകടമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥാപിച്ച 2 ഗർഡറുകൾ അത് നിലംപതിക്കുന്നു. അതിലൊരു ഗർഡർ ദൗർഭാഗ്യവശാൽ വീണത് രാജേഷ് ഓടിച്ച വാഹനത്തിന് മുകളിലേക്കാണ്, പിക്കപ്പ് വാന് മുകളിലേക്കാണ്. ഏതായാലും ഗുരുതരമായൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച അരൂർ MLA ദലീമ ജോജോ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏതായാലും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ്. മുമ്പും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു ആളപകടം ഉണ്ടാകുന്നില്ല, ആളുകൾക്ക് പരിക്കോ അല്ലെങ്കിൽ മരണമോ ഒന്നും സംഭവിച്ചില്ല എന്നത് ആശ്വാസകരമായിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പായി അത്തരം അപകടങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ അതിനെ വേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നതുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ, ഇത്ര അപകടം പിടിച്ചൊരു പണി നടക്കുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പ്രത്യേകിച്ച് പലതവണ ഗർഡറുകൾ നിലംപതിച്ച സാഹചര്യത്തിലെങ്കിലും അത്തരം ഒരു മുൻകരുതൽ ഉണ്ടാവേണ്ടതായിരുന്നു. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഈ സ്വാഭാവികമായും ആ പ്രദേശത്ത് തന്നെ ഈ നിർമ്മാണ കമ്പനിക്ക് അല്ലെങ്കിൽ കരാർ കമ്പനിക്കൊക്കെ ഈ വലിയ ക്രെയിൻ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഈ ഗർഡറുകൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ക്രെയിനുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് മാറ്റാനും സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഈ കരാർ കമ്പനി തന്നെ അതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? NHAIയുടെ ഭാഗത്തു നിന്ന്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഗൂഗിൾ എന്തുകൊണ്ട് ഈ ഗർഡർ കരാർ കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ NHAIയുടെ തന്നെ കീഴിലുള്ള ക്രെയിനുകൾക്കും ഉയർത്തി മാറ്റാനാവുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അത് പ്രധാനമായും ഈ ഗർഡറുകൾ സ്ഥാപിച്ച സ്ഥലത്ത് നിന്ന്, അത് വീണ സ്ഥലത്തേക്ക് ഈ ഗർഡർ ക്രെയിനുകൾ എത്തിക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സം കൂടിയുണ്ട്. നിലവിൽ അത് മുകളിലേക്ക് കയറ്റിയ യന്ത്രം കൊണ്ട് തന്നെ ഇത് ഉയർത്തി മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് ഒടിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് പോലെയുള്ള എക്സ്പേർട്ടുകളെടുത്ത് മാറ്റുന്ന രീതിയിൽ ഈ കരാർ കമ്പനിയുടെ ജോലിക്കാർക്ക് അത് ഉയർത്തി മാറ്റാൻ ആകാത്തത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവരുടെ യന്ത്രം ഉപയോഗിച്ച് തന്നെയുള്ള ആ ഉയർത്തി മാറ്റൽ പരാജയപ്പെട്ടത്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഇടപെടലിലാണ് ഇത് ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായി മാറ്റാനായിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് ഉണ്ട്. നിലവിൽ ചേർത്തല അടക്കം ആലപ്പുഴയിൽ നിന്നുള്ള ഭൂരിഭാഗം, ആലപ്പുഴ ഒപ്പം എറണാകുളം ജില്ലയുടെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്നടക്കം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തി മാറ്റാൻ സാധിച്ചില്ല എങ്കിൽ അറുത്തു മാറ്റാൻ, അതായത് കോൺക്രീറ്റ് കട്ടറുകൾ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ആദ്യം ഇത് ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ, ഇത്
ഈ കയറുമായി അല്ലെങ്കിൽ ഈ വടവുമായി ബന്ധിപ്പിക്കാനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉയർത്തി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില മറ്റേ പ്രശ്നങ്ങൾ, ഒടിഞ്ഞ താഴേക്ക് വീണ്ടും വീഴുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത് ഉയർത്തി മാറ്റാനാവുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിനുള്ളിൽ മറ്റാരുമില്ല, അത് ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം ഇപ്പോൾ വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വാഹനം, അതായത് എന്തുകൊണ്ട് അത് ഒരാളെ ഉള്ളൂ എന്നുള്ളത് സ്ഥിരീകരിക്കാനാവുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും ഈ ഗഡർ വീണ ഇല്ലാതായി എന്നുള്ളതാണ്. അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് കാണാൻ പോലും കഴിയാത്ത ഒരു തരത്തിലേക്ക് ഈ ഉയർന്ന വലിയ ഗഡർ വീണ ആ ക്യാബിൻ തകർന്നു എന്നുള്ളതാണ്. അതിനുള്ളിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അത്രത്തോളം വലിയ അപകടം, ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ വാഹന ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ ചേർത്തല മുതൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഒരു വാഹനങ്ങൾ പോലും ചേർത്തലയിൽ നിന്ന് അരൂർ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. എറണാകുളത്ത് നിന്ന് അരൂർ ദേശീയപാത വഴി വരേണ്ട വാഹനങ്ങളും മറ്റൊരു റോഡ് വഴി തിരിച്ചുവിടുകയാണ്. കൂടുതൽ പോലീസ് ഈ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. അതെ, ഏതായാലും ക്രെയിൻ എത്തിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഗഡർ മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഗഡർ ഈ ക്രെയിനിൽ ബന്ധിച്ച് അത് ഉയർത്തി മാറ്റി വാഹനം നീക്കുക, അതിനകത്തു നിന്ന് രാജേഷിനെ പുറത്തെടുക്കുക, മറ്റാരുമില്ല എന്ന് ഉറപ്പിക്കുക എന്നതാണ് പ്രാഥമിക ഘട്ടം. ഏതാണ്ട് 3 മണിക്കൂറോളമാകുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. 2:30-ക്കും 3 മണിക്കും ഇടയിലാണ് ഈ ഗഡർ താഴെ വീണതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഗഡറല്ല, 2 ഗഡർ വീണു. അതിൽ ഒരു ഗഡറാണ് ഈ വാഹനത്തിന് മുകളിലേക്ക്, പിക്കപ്പ് വാന് മുകളിലേക്ക് പതിച്ചത്. ഏതായാലും വലിയ ഭാരമുള്ള ഗഡറുകളാണ്, പ്രത്യേകിച്ച് ടൺ കണക്കിന് ഭാരം താങ്ങേണ്ട അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന 6 വരി പാതയെ താങ്ങി നിർത്തേണ്ട ഗഡറാണ്. ആ ഗഡറിന് അത്രത്തോളം ഭാരമുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ആ വലിയ ഗഡറാണ് ഈ വാഹനത്തിന് മുകളിലേക്ക്, പ്രത്യേകിച്ച് ഡ്രൈവർ സൈഡിൽ മുകളിലൂടെ തന്നെയാണ്, ആ വശത്തേക്ക് തന്നെയാണ് ഗഡർ വീണത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ. ഏതായാലും ഈ ഗഡറുകൾ താങ്ങി നിർത്താൻ ഉപയോഗിച്ചിരുന്ന താങ്ങുകൾ, അത് വലിയ ഇരുമ്പ് താങ്ങുകളാണ് സാധാരണ ഉപയോഗിക്കാറ്. അത് തെന്നി മാറിയതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ കരാർ കമ്പനി അല്ലെങ്കിൽ നിർമ്മാണ കമ്പനി നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ആ ഗർഡറുകൾ മെല്ലെ ഉയർത്തി ഈ വാഹനവും മാറ്റാൻ അല്ലെങ്കിൽ ആ ക്യാബിനിൽ നിന്ന് രാജേഷിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ദേശീയപാതയിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് എന്നുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നു. അതോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വാഹനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്, വഴിതിരിച്ചു വിടുന്നുണ്ട്. വലിയ ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ അവിടെ നിർമ്മാണ കമ്പനി ഒപ്പം ഫയർഫോഴ്സിൻ്റെ സാന്നിധ്യത്തിൽ പോകുന്നത്. കാരണം ഈ ഒടിഞ്ഞു നിൽക്കുന്ന ഗർഡർ അത് നീക്കുന്ന ഘട്ടത്തിലും അപകട സാധ്യതയുണ്ട്. അത്തരത്തിലൊരു സംശയം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക കൂടി ഉള്ളതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ നിർമ്മാണ കമ്പനി ഈ ഗർഡർ സ്ഥാപിച്ച ഉപകരണങ്ങൾ തന്നെ അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾ കൊണ്ട് തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ ഗർഡറിനെ ഉയർത്താനോ നീക്കാനോ ശ്രമിച്ചെങ്കിലും അതിലൊരു അപകട സാധ്യത കണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് കൂടുതൽ ബലമുള്ള അല്ലെങ്കിൽ കൂടുതൽ ശേഷിയുള്ള, ഭാരം താങ്ങാൻ ശേഷിയുള്ള ക്രെയിനുകൾ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു നിർമ്മാണം നടക്കുന്നത്. മനസ്സിലാക്കുന്നത് ഈ ഗർഡർ മെല്ലെ ഉയർത്തി ആ വാഹനം വലിച്ച് നീക്കാൻ, ഗർഡറിന് അടിയിൽ നിന്ന് വാഹനം മെല്ലെ നീക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നതെന്നാണ്. എന്തായാലും ഒരു ക്രെയിൻ അവിടെ എത്തിച്ച് ഇപ്പോൾ ഗർഡർ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ഈ ഗർഡറെ ഇത്ര ഭാരമുള്ള ഗർഡർ ആയതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി ക്രെയിനുമായി ബന്ധിപ്പിക്കുക എന്നതുകൂടി ഉണ്ട്. മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ പൊട്ടി വീണിരിക്കുന്ന ഈ ഗർഡർ, ഒപ്പം രണ്ടാമതൊരു ഗർഡർ കൂടി താഴെ വീണിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വാഹനമുള്ളത്. ആ വാഹനം മെല്ലെ അതിനുള്ളിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും നമ്മൾ പറയാൽ ഈ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗർഡറിന് അടിയിൽ നിന്ന് വാഹനം നീക്കാനായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ നിലയിലാണ് ആ വാഹനമുള്ളത്. ഏതാണ്ട് ക്യാബിൻ ഭാഗം പൂർണ്ണമായി തന്നെ, ആ ക്യാബിന് മേലെ തന്നെയാണ് ഈ ഗർഡർ വീണത്. കൃത്യമായി ആ വാഹനത്തിൻ്റെ മുകളിൽ ഒരു വശത്തേക്ക് പകുതി ഭാഗത്തേക്ക് തന്നെ ഈ ഗർഡർ പതിച്ചിരുന്നു. ആ വാഹനം അപ്പാടെ അതിൻ്റെ ക്യാബിനടക്കം പൂർണ്ണമായും താഴേക്ക് അമർന്ന നിലയിലാണുള്ളത്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ്. പത്തനംതിട്ട സ്വദേശിയായ രാജേഷാണ് ഈ വാഹനത്തിനുള്ളിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതുകൂടിയാണ് നിഗമനം. ഏതായാലും 3 മണിക്കൂറായി രാജേഷിനെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. മുട്ട കയറ്റി വന്ന വാഹനമാണ്. ആ വാഹനത്തിന് മുകളിലേക്കാണ് ഇങ്ങനെ ഗർഡർ പതിച്ചത്. അതിൻ്റെ കോൺക്രീറ്റ് പാളികളടക്കം ഈ വീഴ്ചയിൽ ഇളകി ആ വാഹനത്തിന് മുകളിൽ വീണു. വാഹനത്തിൻ്റെ ക്യാബിൻ ഇളക്കി രാജേഷിനെ പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ അതിൻ്റെ
ചില്ല് ഭാഗങ്ങളും അതിൻ്റെ മെറ്റൽ ഭാഗങ്ങളുമൊക്കെ അമർന്നിരിക്കുകയാണ് ക്യാബിന് മുകളിലേക്ക്. അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചകളും ദൃശ്യവുമാണ് അവിടെ നിന്ന് വരുന്നത്. ഏതായാലും ദാരുണമായ സംഭവം പലതവണ ആവർത്തിച്ചു. ഈ അപകടം, ഗർഡർ താഴെ വീഴുന്ന സാഹചര്യം പലതവണ അവിടെ ഉണ്ടായി. എന്നിട്ട് പോലും ഇത്തവണയും ഈ ഗർഡർ സ്ഥാപിക്കുമ്പോൾ വേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ വാഹന ഗതാഗതം തടഞ്ഞില്ല, നിയന്ത്രിച്ചില്ല എന്നതുകൂടി. അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു അമിത ആത്മവിശ്വാസം, ഈ അപകടങ്ങൾ അത്രയും ഉണ്ടായിട്ടും ഈ നിർമ്മാണ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ കരാർ കമ്പനിക്ക് NHAIക്കൊക്കെ ഈ അമിത ആത്മവിശ്വാസം ഉണ്ടായി എന്നതാണ് ചോദ്യം. ആ അമിത ആത്മവിശ്വാസത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇനി ആ വാഹനം വെട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ ഗ്യാസ് കട്ടറോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാത്രമേ അയാളെ പുറത്തെടുക്കാനാവുള്ളൂ. കാരണം ടൺ കണക്കിന് ഭാരം നമുക്ക് കണക്കൂട്ടാനാവാൻ കഴിയുന്നില്ല. കാരണം വലിയ പാലം, ആ വലിയ പാലത്തിൽ എത്രയോ ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകേണ്ട പാലമാണ്. അതിൻ്റെ ഗർഡറാണ്. അത്രത്തോളം ഭാരവും ഉറപ്പും ശേഷിയുമുള്ള ഒരു ഗർഡർ, അതാണ് താഴേക്ക് നിലം പതിച്ചത്. അത് സ്ഥാപിക്കുന്നതിൽ വന്ന അതിൻ്റെ താങ്ങുകൾ നൽകുന്നതിൽ അതിൽ തെന്നിമാറിയുണ്ടായ ഒരു അപകടം. മുമ്പും ഇതേപോലെ അപകടങ്ങൾ ഇത്തരത്തിൽ ഗർഡറുകൾ ഉയർത്തി സ്ഥാപിക്കുന്നതിനിടയിൽ മുമ്പൊരിക്കൽ അതിൻ്റെ ക്രെയിൻ്റെ ചെയിൻ പൊട്ടി വീണ്, അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് വടം പൊട്ടി വീണ് ഒക്കെ അപകടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പഠിച്ചില്ല, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടില്ല എന്നത് തന്നെയാണ് ഇത്തവണ ഈ സംഭവം ഈ ഒരു രാജേഷ് എന്ന യുവാവിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ അവിടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മെറ്റൽ ഭാഗങ്ങൾ വാഹനത്തിൻ്റെ ക്യാബിന് അറുത്തു മാറ്റി രാജേഷിനെ പുറത്തെടുക്കേണ്ട നിലയാണ്. അത്രയും താഴേക്ക് അമർന്നിരിക്കുന്നു വാഹനത്തിന്റെ ക്യാബിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.